ഹായ്, ഞാനെന്ന് പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുഞ്ഞു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് പുറത്തു പോയപ്പോഴേ ഒരു കാഴ്ച കണ്ടു. നമ്മുടെ സ്കൂൾ കുട്ടികൾ ഇച്ചിരി വലിയ പിള്ളേരാണ്. അവർ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് 3-4 പേരും കൂടി ഇരുന്ന് ചായ കുടിക്കണം. അറൗണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ആ ഏരിയയിലുണ്ടായിരുന്നു. പക്ഷെ അത്രയും സമയമായിട്ട് പോലും ചായ കുടിച്ച് കഴിഞ്ഞിട്ടും അവരവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യാണ്. തെറ്റായ രീതിയിലല്ല എങ്കിൽ പോലും സമയം അവിടെ സ്പെൻഡ് ചെയ്യാണ്. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് തെറ്റാന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ സ്കൂൾ വിട്ടാൽ വീട്ടിലേക്കാണ് അവരെത്തുന്നത്. പിന്നെ അങ്ങനെ അവിടെ ഒരു സ്നാക്സ് കഴിക്കാൻ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. എന്തായാലും നമ്മൾ ഒരുപാട് ദൂരമൊന്നും നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടില്ല. നമ്മളപ്പോൾ അവർ നമ്മളോട് പൈസ ചോദിക്കുമ്പോൾ ഏതിനാന്നുള്ളത് ചോദിക്കണം. അതുപോലെ ഞങ്ങളുടെ ഈ ഏരിയ അധികം ആൾ താമസമില്ലാത്തൊരു ഏരിയയാണ്. ഈ കഴിഞ്ഞ ദിവസം ആഘോഷത്തിൻ്റെ പേരിൽ കുറച്ച് കുട്ടികൾ വന്ന് സെൽഫി എടുക്കൽ, ഫോട്ടോ എടുക്കൽ, അതൊക്കെ രസമാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ. പക്ഷെ അവർ എത്തിയ സമയമുണ്ടല്ലോ, രാവിലെ 7:30 7:30 അവർ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇവിടെ എത്തണമെങ്കിൽ എപ്പോൾ അവരവരുടെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. നമ്മളെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്തിന്, ആരുടെ കൂടെ, എപ്പോൾ, എങ്ങനെ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അതുപോലെ ആവശ്യമില്ലാതെ അവരുടെ കൈകളിൽ പൈസ കൊടുത്ത് വിടരുത്. വഴി തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമ്മുടെ മക്കളെ കുറിച്ച് മറ്റുള്ളവരോട് മോശം പറയണ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് നമുക്ക് എപ്പോഴെങ്കിലും താങ്ങാൻ പറ്റുമോ? നമ്മളങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അതിനുള്ള സാഹചര്യം അവർക്ക് വളം വെച്ച് കൊടുക്കരുത്. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവരുടെ വസ്ത്രധാരണം അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്നുള്ളത് അവർക്ക് തെളിവ് സഹിതം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ഏറ്റവും വാത്സല്യത്തോടെ നല്ല മക്കളായിട്ട് വളർത്താൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.